ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വാട്സപ്പിൽ വന്ന ഒരു പുതിയ അപ്ഡേറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് സാധാരണയായിട്ട് അറിയാം, വാട്സപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മൊബൈലിലേക്ക്, അതായത് ഒരേ നമ്പറുള്ള വാട്സപ്പ് വേറൊരു മൊബൈലിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് വെബ് എന്ന ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, ഈ വാട്സപ്പ് വെബ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ആ മൊബൈൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾ ഓഫ്ലൈനിലാവുമ്പോഴും നിങ്ങൾക്ക് ഈ വാട്സപ്പ് വെബ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതും ഒരു ഡിവൈസിൽ മാത്രമല്ല, നിങ്ങൾക്ക് 4 ഡിവൈസ് വരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. 4 ഡിവൈസിൽ ഒരേ ടൈമിന് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ വാട്സപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് ലാപ്ടോപ്പോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും മൊബൈലിലേക്ക് നിങ്ങൾ വാട്സപ്പ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും, സാധാരണ ബിസിനസ് വാട്സപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 2-3 ആൾക്കൊക്കെ വാട്സപ്പ് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സപ്പ് ആദ്യം ബീറ്റ വെർഷനിലേക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ മുമ്പ് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് ബീറ്റ വെർഷനിലേക്ക് എങ്ങനെയാണ് വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തന്നെ. നിങ്ങൾക്ക് ബീറ്റ വെർഷനിലേക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയി വാട്സപ്പ് ബീറ്റ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ APK നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഞാനിപ്പോൾ എൻ്റെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ മുകളിലായി കാണാം 3 ഡോട്ട്. ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷനുകൾ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാം ന്യൂ ഗ്രൂപ്പ്, ന്യൂ ബ്രോഡ്കാസ്റ്റ്, ലിങ്ക്ഡ് ഡിവൈസ്. നിങ്ങൾക്ക് മുമ്പ് കണ്ടിരിക്കുന്നത് വാട്സപ്പ് വെബ് എന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് ലിങ്ക്ഡ് ഡിവൈസ് എന്നാണ്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മൾട്ടി ഡിവൈസ് ബീറ്റ എന്ന് കാണാം. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെയായിട്ട് കാണാം ജോയിൻ ബീറ്റ എന്ന ഒരു ഓപ്ഷൻ. അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കണ്ടിന്യൂ എന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് വരാം. അതിനുശേഷം ലിങ്ക് എ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് യൂസ് മൊബൈൽ ഡാറ്റ എന്ന് കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ ലോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ലോക്ക് ചോദിക്കും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇത് ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എൻ്റെ മൊബൈലിലെ ഇൻ്റർനെറ്റ് ഒന്ന് ഓഫ് ചെയ്ത് ഇത് മൊബൈൽ യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ കാണാം ടിക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ മൊബൈലിൽ ഇൻ്റർനെറ്റ് ഓഫ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മെസ്സേജ് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഒരൊറ്റ ഡിവൈസിൽ മാത്രമല്ല 4 ഡിവൈസ് വരെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കാണതിനു വേണ്ടി ഷെയർ ചെയ്ത് നൽകുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.